നമസ്കാരം. നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സൈൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. നാട്ടുകൾ വിഷൻ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്റ്റോറിയിലേക്ക്. പുത്തൻ പുസ്തകങ്ങളും പുത്തൻ ഉടുപ്പുകളുമായി വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച വിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ സന്തോഷത്തിനോടൊപ്പം കൂടുതൽ സന്തോഷത്തിൽ കഴിയുന്ന ഒരു കുട്ടിയുണ്ട് കരിങ്കലത്താണിയിൽ. നമുക്ക് ആ വിദ്യാർത്ഥിനിയെ പരിചയപ്പെടാം. നാട്ടുകൾ വിഷൻ ടീം തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കരിങ്കലത്താണി ഗവൺമെൻറ് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരിയായ PK ജസ അൻവറാണ് അപൂർവമായ സന്തോഷത്തിൻ്റെ ഉടമ. ജസയുടെ കുഞ്ഞു മനസ്സിൽ വിരിഞ്ഞ എഴുത്തുകുത്തുകൾ അവളുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരികളുടെ മലയാളം 1ാം പാഠപുസ്തകത്തിലും ഉപപാഠപുസ്തകത്തിലും സ്ഥാനം പിടിച്ചതാണ് സന്തോഷത്തിന് പൂത്തിരികൾ വിരിഞ്ഞത്. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൽ താൻ വീട്ടുകാരോടൊപ്പം കാശ്മീരിലേക്ക് വിനോദയാത്ര പോയപ്പോൾ കണ്ട കാഴ്ചകൾ ഡയറി കുറിപ്പായി എഴുതിയിരുന്നു. ഇതാണ് ആ പാഠഭാഗത്തിലെ കാശ്മീർ കാഴ്ചകളെക്കുറിച്ച് എഴുതാനുള്ള പ്രവർത്തനമായി വന്നിട്ടുള്ളത്. ഞാൻ GMLP സ്കൂൾ കരിങ്കലത്താണിലാണ് പഠിക്കുന്നത്. ഇപ്പം 4ലേക്ക് ജയിക്കുന്നു. ഞാനെന്താ വെച്ചാൽ ചെറുപ്പം മുതൽ എഴുതൽ തുടങ്ങിയതാണ്. ഏതാണ്ട് 1ാം ക്ലാസ് മുതലൊക്കെ എഴുതൽ തുടങ്ങിയതാണ്. അതൊരു സാധാരണ ഡയറി ആയിരുന്നു. അന്നൊക്കെ 4ാം ക്ലാസ്സിലെ ഹിബ, ഹജറ, സന അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആയിരുന്നു ഡയറികളെ മികച്ച പട്ടികയിൽ പെട്ടിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവിടെ ടീച്ചർ, എനിക്ക് കണക്കിൽ പിന്നെ ഞാൻ വളരെ പിന്നിലാണ്, അപ്പോൾ എനിക്ക് ഭാഷാ മികവിനാണ് മുമ്പിലെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായി. അപ്പോൾ ആ ടീച്ചർ എൻ്റെ കഴിവിനോടനുസരിച്ച് എന്നോട് പെരുമാറി അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നു. അതുപോലെ തന്നെ മാഷും അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ദിവസം ഇപ്പോൾ ഉറുമ്പുകൾ വരി വരിയായി പോകുന്നത്, മാങ്ങ പറിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിൽ ഒന്ന് കുറിച്ചിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ അത് ഇന്ന ദിവസമായാലും ഏത് കാലമായാലും നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ രസകരവും ഇതൊക്കെ കൂട്ടിങ്ങാണ്ട് ഇതാക്കണം. ഒന്നെങ്കിൽ കഥ അല്ലെങ്കിൽ കവിത, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം. അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമല്ല, നമ്മൾ സാധാരണ ഒന്ന് തുടങ്ങുക. അപ്പോൾ പിന്നെ എൻ്റെ HM ഹെഡ് മാഷ് റഹിമാഷ് പറഞ്ഞിട്ടൊരു മാഷ് ഉണ്ടായിരുന്നു. അവരും ടീച്ചറെ പോലെ തന്നെ ഇതാക്കി. അങ്ങനെ 3ാം ക്ലാസ്സൊക്കെ ജയിച്ചു. എൻ്റെ എഴുത്ത് കുറേ മെച്ചപ്പെട്ടൊക്കെ വന്നു. അങ്ങനെ കുറേ ഞാൻ എഴുതി അത് എൻ്റെ ഒരു പുസ്തകമായി. കൂടാതെ മലയാളം ഉപപാഠ പുസ്തകത്തിലെ ആദ്യ പാഠത്തിൽ തന്നെ കുട്ടിയുടെ കളി അനുഭവമാണ് വിവരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ജസ തൻ്റെ വിദ്യാലയത്തിലുണ്ടായ ഒരു കളിയിൽ ഗോളടിച്ചപ്പോൾ അധ്യാപകൻ്റെ ചെരുപ്പ് പന്തിന് പകരം ഗോളായി മാറിയ അനുഭവമാണ് വിവരിച്ചത്. അതും പാഠപുസ്തകത്തിൽ ഇടം നേടിയതും. ചെറുപ്പം മുതൽ തന്നെ ജസ എഴുതുമായിരുന്നു. സാഹിത്യാഭിരുചിയെ കണ്ടറിഞ്ഞ് വിദ്യാലയത്തിലെ അധ്യാപകരും വീട്ടുകാരും ഒന്നാകെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ നിരവധി കഥയും കവിതയും ഡയറിക്കുറിപ്പുകളുമാണ് സർഗാത്മകതയിൽ നിന്നും പിറന്നു വീണത്. അവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജസയുടെ ഡയറിക്കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ ഇത്തരമൊരു പുസ്തകം ഇറക്കിയതിൽ ജസയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. 2022 മാർച്ചിലാണ് ആദ്യമായി ജസ ഡയറി എഴുതുന്നത്. മനോഹരമായൊരു മഴ ചിത്രം അക്ഷരങ്ങൾ കൊണ്ട് വരയ്ക്കാൻ ജസയ്ക്ക് കഴിയുമെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തുറന്നങ്ങോട്ട് ജസയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അധ്യാപകരും പിന്നാലെ കൂടി. അതായിരുന്നു ജസയുടെ ഡയറിക്കുറിപ്പെന്ന സമാഹാരത്തിലേക്കുള്ള യാത്ര. കരിങ്കലത്താണി ഗവൺമെൻറ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ജസ ആലിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പുത്തനങ്ങാടി കിഴക്കേത്തലക്കൽ അൻവറിൻ്റെയും അനീസയുടെയും ഏക മകളാണ്. ജസയ്ക്ക് സാഹിത്യരചനയ്ക്ക് കൂട്ടിനായി റിട്ടയർഡ് അധ്യാപകനായ PK സേതു മാസ്റ്ററും കൂടെയുണ്ട്. കനൽ എന്ന കവിതാ സമാഹാരത്തിലും എഴുത്തോലയിലും യൂറിക്കയിലും ജസയുടെ രചനകൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാരംഗല സാഹിത്യവേദികളിൽ സ്ഥിരം താരമായ ജസ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള യാത്രയിലാണ് ജസ. കൂടുതൽ അനുഭവങ്ങളിലൂടെ ആസ്വാദകരിലേക്ക് എത്താനുള്ള തൻ്റെ യാത്രയിൽ രചനാ വൈഭവത്തിൻ്റെ കൂട്ടിനായി തന്നെ കൈപ്പിടിച്ച വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകനായ റഹീമും വിരമിച്ചതും ജസയുടെ ടീച്ചറായ MK ധന്യ മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോയതും ജസയ്ക്കും വീട്ടുകാർക്കും ഏറെ പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് തൻ്റെ ഡയറി കുറിപ്പുകൾ പാഠപുസ്തകത്തിൽ എത്തിയതെന്ന് ചോദിച്ചപ്പോൾ ജസ ഇങ്ങനെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം കാശ്മീർക്ക് പോയിരുന്നു.
അപ്പോൾ കാശ്മീരിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസ് എടുത്തു. അപ്പോൾ പിന്നീട് ഭയങ്കര മഞ്ഞുമലയും നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ഗാർഡനിൽ പോയിട്ട് ഒന്ന് എടുത്തു. അപ്പം ആ ഫോട്ടോ അങ്ങനെ എല്ലാ ഫോട്ടോയും ഒന്ന് അയച്ചെടുക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു മാഷിൽ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയച്ചെടുത്തപ്പോൾ ആ ഗാർഡനിൽ എടുത്ത ഫോട്ടോ തിരിച്ചയച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പം അതാണ് ഞാൻ ഈ കവിത എഴുതിയത്. അപ്പം ഇത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം വരുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത് ആ കാശ്മീരിൻ്റെ അതിലുള്ള കുറച്ച് ഭംഗികൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. വേറൊരു അനുഭവമാണ് ഇത്. 5ാം ക്ലാസ്സിലെ മലയാളം തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞങ്ങളെ സ്കൂളിൽ ചെറിയ ഗ്രൗണ്ടാണ്. അപ്പോൾ PT പീരീഡിനൊക്കെ ഞങ്ങൾ പോകും. സാധാരണ പെണ്ണുങ്ങളൊന്നും ഫുട്ബോൾ കളിക്കാൻ വരാറില്ല. അപ്പം എനിക്കാണെങ്കിൽ ആണുങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റക്കാലം കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വിളിച്ചുകൊണ്ട് കളിക്കാൻ പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ ആണുങ്ങൾ നമുക്ക് വെറുതെ പന്ത് തട്ടിയാൽ മതി, അങ്ങനെയൊക്കെയല്ലേ കാണില്ല, അധികം ഓടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് കരുതി. പക്ഷേ ആണുങ്ങളെന്ന് പറയുമ്പോൾ ഓരൊക്കെ ഭയങ്കര ശക്തിമാന്മാരല്ലേ, നല്ല ആരോഗ്യം. അപ്പോൾ ഓരൊക്കെ നല്ലോണം അടിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊന്നും വേവിച്ചില്ല. അപ്പോൾ ഇത് കണ്ട് ഞങ്ങളെ അറബി മാഷായിരുന്നു ഞങ്ങളെ PT സാർ. അപ്പം മാഷും കൂടി ഞങ്ങളൊപ്പം കൂടി. അപ്പം മാഷ് ഞങ്ങളൊപ്പം കൂടിയപ്പം മാഷ് അങ്ങനെ ഫുട്ബോൾ അടിച്ച് ഞങ്ങൾക്ക് പോയിന്റ് കൂട്ടി തന്നു. അതിൽ ഒന്നിൻ്റെ ഇടക്കാണ് മാഷ് ഫുട്ബോൾ അടിച്ചപ്പോൾ മാഷിൻ്റെ ചെരുപ്പ് തെറിച്ച് പോയിട്ട് ഗോളായി. അപ്പോൾ ഗോളായി അത് കണ്ടിട്ട് കുട്ടികളൊക്കെ തലമ കൈവച്ചിട്ടും ഒക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഇതാക്കി. അപ്പോൾ ആ സാഹചര്യത്തിൽ എഴുതിയതാണ് ഇതും. കുഞ്ഞു മനസ്സിലെ വലിയ കാഴ്ചകൾ അക്ഷരങ്ങളിലൂടെ എങ്ങനെയാണ് ജസ വരച്ചു തീർത്തതെന്ന് ഉമ്മയ്ക്ക് ഏറെ പറയാനുണ്ട്. ഉമ്മയുടെ വാക്കുകളിലേക്ക്. എഴുതിയത് അപ്പോൾ അത് LKG-യിലായിരുന്നു. അപ്പോൾ തന്നെ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ പഠിഞ്ഞു. പിന്നെ സ്കൂളിലെ മാഷ് HM ഉണ്ടായിരുന്നു, റഹീം മാഷ് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കൊറോണ ടൈം വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ ഡയറി എഴുത്തുന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ അതിൽ എന്തും എഴുതാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് എഴുതിപ്പിച്ചു. അപ്പോൾ അവൾ എഴുതി. അപ്പോൾ അക്ഷരങ്ങളൊക്കെ പഠിഞ്ഞ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു. പിന്നെ അങ്ങനെ എഴുതി അത് സാറിനെ കാണിച്ചു. സാറ് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രോത്സാഹനമൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അതങ്ങനെ എഴുത്ത് വളർന്ന് വന്നു. പിന്നെ അവൾ സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എഴുതുന്നതും അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നോട്ടുള്ള എഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാറും അതുപോലെ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ, ധന്യ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ. അപ്പോൾ അവരാണ് അതിൽ കൂടുതൽ മുൻകൈ എടുത്തിരുന്നത്. പിന്നെ സ്കൂളിൽ കൊറോണയ്ക്ക് ശേഷം തുറന്ന് വീണ്ടും ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഇവളെപ്പോലെ ഒരുപാട് കുട്ടികൾ അവിടെ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും മാഷ് അങ്ങനെ ഒരു എഴുത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കുട്ടികൾ പിന്നെ കൂടുതൽ സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങി. പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിലേക്ക് ഭാവനകളും അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി സർഗാത്മകയോടുകൂടി എഴുതാൻ തുടങ്ങി. അങ്ങനെ വളർന്ന് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തി. അപ്പോൾ സ്കൂളിൽ നിന്ന് മറ്റുള്ളവരുണ്ട്, കൂടുതൽ ധന്യ ടീച്ചറും റഹീം മാഷും ആയിരുന്നു. അപ്പോൾ അവളിപ്പോഴും എഴുതി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളും അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഈ ഒരു നിലയിലേക്ക് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലേക്ക് അവളുടെ ആ എഴുത്തുകളൊക്കെ ക്രോഡീകരിച്ച് ആക്കി. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ജസയ്ക്ക് ഒരുപാട് അവാർഡുകളും പാരിതോഷികങ്ങളും ലഭിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചെല്ലാം തുറന്നു പറയണമെന്ന് ജസയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി. ജസയുടെ ആ വാക്കുകളിലേക്ക്. എൻ്റെ ട്രോഫികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രോഫികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചത് റഹീം മാഷും ധന്യ ടീച്ചറും എൻ്റെ സ്കൂളിലെ മറ്റ് അധ്യാപകരൊക്കെയാണ്. അപ്പോൾ ഈ ട്രോഫികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം ഇതാണ് എൻ്റെ ആദ്യം കിട്ടിയ ട്രോഫി. ഇത് സ്കൂളിൽ നിന്നല്ല, ഇത് മദ്രസന്നാണ് കിട്ടിയത്. ആകെ കിട്ടിയ ട്രോഫിയാണ് ഇത്. വേറെ പരിപാടികൾക്കൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതും ബെസ്റ്റ് ചൈൽഡിനാണ് കിട്ടിയത്. വലിയൊരു സമ്മാനം കിട്ടിയത് ഇതാണ്. ഇത് ബാലസംഗമത്തിലെ തിളക്കം. ഞങ്ങളിവിടെ കുറേ ഉണ്ടായിരുന്നു. കുറേ പരിപാടികളുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഓരോ പുസ്തകം കൊടുത്തിട്ട് എല്ലാ ബാലസംഗമം അസംബ്ലിയിലും ഒക്കെ വായിക്കുന്നതിന്. അപ്പോൾ അതിനും പിന്നെ ചിത്രവായന, ഒരു ചിത്രം തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയുന്നതും പിന്നെ വായന കാർഡൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വായിച്ചതിന് കിട്ടിയതാണ് ഇത്. വാർഷികത്തിന് കിട്ടിയതാണ്. അപ്പോൾ വാർഷികം പറയുമ്പോൾ
കഴിഞ്ഞ കൊല്ലത്തെ വാർഷികമായിരുന്നു. അപ്പോൾ അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കാശ്മീർക്ക് പോയിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യാപ്പയാണ് ഇത് വാങ്ങിയത്, എൻ്റെ ഉപ്പപ്പയാണ്. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ കുറേ എഴുതിയതിനൊക്കെ കിട്ടിയതാണ്. ഇതാണ് ആലനല്ലൂർ വിദ്യാരംഗം സർഗോത്സവം എന്നുവെച്ചാൽ വിദ്യാരംഗം കലോത്സവ സാഹിത്യവേദിയുടെ ഇതാണ്. അപ്പം കഥ എഴുതുന്നതിനായിരുന്നു, അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത് രണ്ടും. ജസയുടെ എഴുത്തിനിനി വിശ്രമമില്ല. അവൾ വെട്ടിയും തിരുത്തിയും ഇനി എഴുതിക്കൊണ്ടേയിരിക്കും. എഴുതി ജസ ഉയരങ്ങളിൽ എത്തട്ടെ. ജസയ്ക്ക് നാട്ടുകളി വിഷൻ്റെ എല്ലാ ഭാവുകങ്ങളും. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകളി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.